ജോക്കറിലെ പെർഫോമൻസോടുകൂടിയാണ് ശരിക്കും ഗിന്നസ് പക്രു എന്ന് പറയുന്ന മനുഷ്യനെ, അല്ലെങ്കിൽ പക്രു എന്ന് പറയുന്ന മനുഷ്യനെ ആൾക്കാർ തിരിച്ചറിയുന്നത്. ആ ഒരു മൊമെൻറ്റിൽ നിന്നുള്ളൊരു വളർച്ചയുണ്ട്. പിന്നീട് ഈ സ്റ്റേറ്റ് അവാർഡുകൾ ഉൾപ്പെടെ, തമിഴ്നാടിൻ്റെ സ്റ്റേറ്റ് അവാർഡും നമ്മുടെ കേരള സംസ്ഥാന സർക്കാരിൻ്റെ സ്റ്റേറ്റ് അവാർഡ് ഉൾപ്പെടെ, ഗിന്നസ് റെക്കോർഡ്സ് ഉൾപ്പെടെ കരസ്ഥമാക്കുന്ന ഒരു വഴിയുണ്ട്. ഒരുപക്ഷെ സിനിമയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയെന്ന് ആ തരത്തിൽ നമ്മൾ നോക്കിക്കാണുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ മിമിക്രി ആയിരുന്നു ഇതിനെല്ലാം ഗ്രിപ്പുണ്ടാക്കിയത്. ഇതിൽ സിനിമ നമുക്കുണ്ടാക്കി തന്നൊരു നേട്ടങ്ങളില്ലേ, അത് ആദ്യം പറയാമെന്ന് വിചാരിക്കുന്നു. ഈ ആദ്യ പടം ഹിറ്റാവുന്ന സമയത്ത് മനസ്സിൽ ആ പടം കൊണ്ട് നിന്നു പോകുമെന്ന് പറയുന്ന സ്ഥലത്ത് നിന്നിട്ട് പിന്നെയാണ് വളർച്ചയുണ്ടായത്. അതേപ്പറ്റി പറയും. തീർച്ചയായിട്ടും ജോക്കർ എനിക്കൊരു എന്താ പറയുന്നത്, ഒരു ആശ്വാസം എന്നൊക്കെ പറയില്ലേ. കാരണം നമ്മൾ വേദികളിലെല്ലാം പോകുന്ന സമയത്തും നമ്മുടെ ടൈറ്റിൽ ചലച്ചിത്ര താരം അജയകുമാർ, കഥാപ്രസംഗം തൊട്ടേ ഇങ്ങനെ പറയുമ്പോൾ ചിലരൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കും, ഏത് സിനിമയിൽ അഭിനയിച്ചേക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ ഒരു ജാളിതയോടുകൂടി ഞാൻ എൻ്റെ പടത്തിൽ എന്നൊക്കെ പറയുമ്പോൾ അതിലുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വന്നു. പക്ഷെ അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടാതെ, അല്ലെങ്കിൽ ഒരു നടൻ എന്നുള്ള നിലയിൽ ഈ പറഞ്ഞ നമ്മുടെ പോസ്റ്റർ വയ്ക്കുന്നു, ആ സമയത്ത് ഏഷ്യാനെറ്റ് ചാനലിൽ പടത്തിലെ പാട്ടുകൾ വരുന്നു, നമ്മളങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ ജോക്കർ എന്ന് പറയുന്ന ആ ഒരു റേഞ്ചിലേക്ക് വന്നത് ജോക്കർ തന്നെയാണ്. ആ ഒരു സിനിമയെന്ന് പറയുന്നത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സർക്കസ് ഭയങ്കര പേടിയായിരുന്നു. കാരണം ഈ സർക്കസിലെ ക്ലൗൺസിനെ അവരെ തട്ടിക്കൊണ്ട് പോയിട്ടുള്ളതാണെന്നാണ് ഞാൻ അങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. അതെ 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 അതുകൊണ്ട് അത് ഒരു ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു. പക്ഷേ സർക്കസിനെ ഭയം എന്നുള്ളതല്ല, സർക്കസിനെ സ്നേഹിച്ച് തുടങ്ങിയത്, ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് ഈ ജോക്കറിലാണ്. ജോക്കർ സിനിമ കഴിഞ്ഞിറങ്ങിയപ്പോൾ ഞാൻ ഒരു മാസം സർക്കസിൽ പോയിട്ട് നിന്നിട്ട് വന്നൊരു ഫീലായിരുന്നു. കാരണം സർക്കസിലെ ആളുകളുമായിട്ടുള്ള ഇടപെടൽ, അതിലെ ജോക്കേഴ്സുമായിട്ടുള്ള പരിചയങ്ങൾ, അവരുടെ ജീവിതം. ഇനി പറഞ്ഞ പോലെ തന്നെ ഞങ്ങളവിടെ ഈ പറഞ്ഞ ആ ഗ്യാലറിയിലെല്ലാം കിടക്കലും തമാശകൾ പറയലും, ഈ മൃഗങ്ങളെ കാണലും, മൃഗങ്ങളെ അഴിച്ചുകൊണ്ട് പോയിട്ട് ഭാരതപ്പുഴയിൽ കുളിപ്പിക്കുമ്പോൾ അവിടെ പോയിരിക്കലും. ആ സമയത്ത് എൻ്റെ കൂടെ അടുത്ത് ബഹദൂറൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ ദിലീപേട്ടനുണ്ടാവും, ചിലപ്പോൾ ലോഹി സാർ ഒരു കസേര ഇട്ടിരുന്ന് അടുത്ത സീൻ എഴുതുമായിരിക്കും. അപ്പോൾ ഇങ്ങനെ മനോഹരമായ ഒരുപാട് നല്ല നല്ല നിമിഷങ്ങൾ ജോക്കർ തന്നിട്ടുണ്ട്. ആ സിനിമ ഹിറ്റായപ്പോൾ ഭയങ്കരമായ സന്തോഷം തോന്നിയിട്ടുണ്ട്. അപ്പോഴും ഒരു ചെറിയൊരു വേദന, വിഷമം കിടക്കുന്നത് ബഹദൂർക്കയുടെ വിയോഗമായിരുന്നു. കാരണം ബഹദൂർക്കയായിട്ട് എനിക്ക് ഒരുപാട് അടുക്കാൻ പറ്റി ആ സമയത്ത്. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കൊക്കെ മിക്കവാറും ഷൂട്ടിംഗ് സീനുകളെല്ലാം ഒരുമിച്ചായിരിക്കും. അപ്പോൾ ബഹദൂർക്കയ്ക്കും ഷോട്ടില്ലാത്ത സമയത്തും അദ്ദേഹം അവിടെ വരും. വന്നിട്ട് ഞങ്ങൾ ഈ പുഴയുടെ തീരത്തൊക്കെ പോയിരുന്നിട്ട് ഇവരുടെ പഴയ കഥകളും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതെല്ലാം കേട്ട് നസീർ സാറിൻ്റെയും ബഹദൂർക്കയുടെ അവരുടെയൊക്കെ ഒരു പണ്ടത്തെ ഒരു ഗ്യാങ്ങും ആ ഒരു സംഗതികളും, നമ്മളറിയാത്ത ഒരുപാട് പഴയകാല മലയാള സിനിമാ കഥകളൊക്കെ പറയുക. അങ്ങനെ ഒരുപാട് എന്താ പറയുന്നത്, എനിക്ക് അദ്ദേഹമായിട്ട് എടുക്കാൻ പറ്റി. അപ്പോൾ സിനിമ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ജോക്കറിലെ എൻ്റെ കഥാപാത്രം ഈ ആദ്യം ഒന്നുമില്ലായിരുന്നു, ഒരു ക്ലൗൺ എന്ന് പറയുന്ന സംഭവം. പക്ഷെ അത് പിന്നീട് വളർത്തി വലുതാക്കിയത് ലോഹി സാറ് തന്നെയാണ്. കാരണം ഓരോ സീനിലും നമുക്ക് വേണ്ടി ഈ പറഞ്ഞ പോലെ തന്നെ ദിലീപേട്ടൻ്റെ കോമ്പിനേഷൻ ഞാനുമായിട്ട് വരുമ്പോൾ എനിക്കെന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാനുള്ളൊരു അവസരം ദിലീപേട്ടൻ തരുമായിരുന്നു. മാളച്ചേട്ടനുണ്ട്, അപ്പോൾ അതുപോലെ NL ബാലേട്ടനുണ്ട്, നല്ല തടിയൊക്കെ നമ്മുടെ ബാലേട്ടൻ ഭയങ്കര രസമാണ്. അപ്പം ബാലേട്ടന് ഞാനും കൂടെ ഉള്ള കോമ്പിനേഷൻസ്. പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് ഞാൻ ചൂണ്ടയിടുമ്പോൾ നീർക്കൊലി പിടിക്കുന്നതും, അതുപോലെ ഒരു തെങ്ങിൻ്റെ മുകളിൽ കയറിയിട്ട് താഴോട്ട് വരുന്നത് തേങ്ങാക്കൊലയായിട്ട്. അപ്പോൾ അന്നൊക്കെയെന്ന് പറയുമ്പോൾ ഇവരുടെ എല്ലാം ഒരു പ്രോത്സാഹനമാണ്. കാരണം എൻ്റെ സൈസിന് 10 നില കെട്ടിടത്തിൻ്റെ മേളിലാണ് തെങ്ങ്. കാര്യം നോട്ടത്തിൽ, അവരുടെയൊക്കെ നോട്ടത്തിൽ ചെറിയ തെങ്ങാണെങ്കിലും ഞാൻ മേളിൽ കയറി താഴോട്ട് നോക്കിയപ്പോൾ തല ചുറ്റി തുടങ്ങി. എടുത്ത് ചാടിയിട്ട് ദിലീപേട്ടൻ പിടിച്ചിട്ട് കിട്ടിയിട്ടില്ല. ആ പിടുത്തം അദ്ദേഹം ഞാനും കൂടെ മറിഞ്ഞു വീണു. അത് തന്നെയാണ് സിനിമയിൽ വെച്ചിരിക്കുന്നത്. അതെ 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 അതെ. അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത് ജോക്കർ തൊട്ടിട്ടാണ് ഇങ്ങോട്ട് ഈ പറഞ്ഞ പോലെ തന്നെ മലയാള സിനിമയിൽ ഞാനെന്ന നടനെ ഒന്ന് അടയാളപ്പെടുത്തി തുടങ്ങി, ശ്രദ്ധിക്കപ്പെട്ടതെന്ന് വേണമെങ്കിൽ തീർച്ചയായിട്ടും പറയാം. ഈ വെട്ടൂർ പുരുഷൻ ചേട്ടനുമായിട്ടായിരുന്നു മറ്റേ അത് കട്ട് ചെയ്ത് പോയി. അപ്പോൾ ഭയങ്കര സങ്കടം തോന്നി എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ കട്ട് ചെയ്ത് പോകും. ഒരാഴ്ചത്തോളം ഷൂട്ട് ചെയ്തു, ഫൈറ്റൊക്കെ ആയിരുന്നു. അപ്പം 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ ക്യാമറ മറ്റേ മേക്കപ്പ് മാൻ മുടിയെല്ലാം മൊട്ടയടിച്ച് ചൈനീസ് മീശയൊക്കെ വെച്ച് മറ്റേ കണ്ണാടി നോക്കിയപ്പോൾ ഞാൻ തന്നെ പേടിച്ചു പോയി. എൻ്റെ ഫിഗർ കണ്ട്, അതുപോലെ ഫിഗർ ചേഞ്ചൊക്കെ വരുത്തി. അപ്പോൾ നമുക്കറിയില്ലല്ലോ. അപ്പോൾ അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോൺ വിളിച്ചിട്ട് മോനുണ്ടാവില്ല എന്നോ അല്ലെങ്കിൽ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് പോയിട്ടണോ ഒന്നും പറയാനുള്ള സാഹചര്യങ്ങളോ സൗകര്യങ്ങളോ ഇല്ല. അന്നൊക്കെ കൂടുതലും ഈ ലെറ്ററൊക്കെ അല്ലേ ആ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നത്.
പക്ഷേ എന്തോ ഞാൻ ആ സിനിമ റിലീസ് ചെയ്ത സമയത്ത് ഭയങ്കര കൗതുകത്തോടെ അച്ഛനും ഒക്കെ ആയിട്ട് പോയി കാണാനായിട്ട് ഇരുന്നപ്പോൾ നമ്മുടെ സീക്വൻസ് മാത്രം വരാതെ വന്നപ്പോൾ ഒരു വിഷമം ഉണ്ടായിരുന്നു. കാരണം അത്രയും ആശിച്ച് അന്നേരം നമുക്ക് ഭയങ്കര ആഗ്രഹമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എന്നെ ഷൂട്ടിങ്ങിന് വണ്ടിയൊക്കെ വരുമ്പം നാട് മുഴുവനാണ് കൊണ്ടുവിടുന്നത്. കാറിലൊക്കെ ആദ്യമായിട്ട് കയറുക ഒരു പത്മിനി, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, പ്രീമിയർ പത്മിനി കാറാണ്, വൈറ്റ് വണ്ടി. അപ്പോൾ അത് വന്ന് നിൽക്കുമ്പോൾ ആ നാട്ടിലുള്ള എൻ്റെ കളിക്കൂട്ടുകാരെല്ലാം അവിടെ വന്നിരിക്കുക, സിനിമയിൽ അഭിനയിക്കാതെ പോകുന്ന പുള്ളി എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഇതുണ്ട്. അപ്പോൾ അന്നത്തെ കൊച്ചജിന്ന് എന്നെ വിളിക്കുന്നവിടെ. അപ്പോൾ ആ കൊച്ചജിയിൽ ഒരു ഗമയിലൊക്കെയാണ് ഞാൻ വണ്ടിയിൽ ഇരിക്കുന്നതും ഇവർക്ക് ടാറ്റയെ കൊടുത്ത് സിനിമയിൽ അഭിനയിച്ചിട്ട് വരാം എന്നൊക്കെ പറഞ്ഞു പോകുന്നതാണ്. പക്ഷേ സിനിമ വന്നപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഒരു വിഷമം തോന്നി. അത് കഴിഞ്ഞ് പിന്നെ അമ്പിളിയമ്മാവൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു സിനിമയിൽ 1 മാസം ത്രൂ ഔട്ട് അഭിനയിച്ചിട്ട് ആരോടും പറഞ്ഞില്ല. ഈ ഒരു വിഷമം കിടക്കുന്നുണ്ട്. അന്നേരം എനിക്ക് ഈ ഈ എഡിറ്റർ എന്ന് പറയുന്ന വില്ലനെ പറ്റിയിട്ടാണ് നമ്മുടെ മനസ്സിൽ ടെൻഷൻ. ഇനി അവ വെട്ടും ഉറപ്പാണ്, കാരണം ഞാൻ ശരിയായിട്ടില്ല. അപ്പോഴെൻ്റെ മനസ്സിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചത് ഞാൻ അഭിനയിച്ചത് ശരിയല്ലാഞ്ഞിട്ടാണ്. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാനിതേപ്പറ്റി ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ആ സീക്വൻസ് അവിടെ സ്യൂട്ടാവാതെ വന്നതുകൊണ്ടാണ്. കാരണം അത് ഇച്ചിരി എക്സാജുറേഷനൊക്കെ ഉള്ളതാണ്. ഈ മുട്ടയൊക്കെ അടിച്ച് ഞാൻ പോയിട്ട് അങ്ങേപ്പോലത്തെ ഒരാളെ ഇടിച്ചിട്ട് തെറിച്ച് പോവുക, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ അതൊന്നും ആ സമയത്ത് പപ്പു മാള ജഗതി കോമ്പിനേഷൻ അവരുടെ പടം എന്ന് പറഞ്ഞാൽ ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓഡിയൻസ് വരുന്നത്. അപ്പോൾ ഇങ്ങനൊരു സീക്വൻസിനകത്ത് ചിലപ്പോൾ ഹ്യൂമർ വർക്കൗട്ട് ആയില്ലായിരിക്കും, അല്ലെങ്കിൽ അത് വേണ്ടാന്ന് അവർക്ക് തോന്നിക്കാണും, ചേരാത്തതുപോലെ തോന്നിയുണ്ടായിരിക്കും എന്നെനിക്ക് അത് കഴിഞ്ഞ് പിന്നീട് മനസ്സിലായി. അതിനുശേഷം ഈ മീശമാധവനും കുഞ്ഞിക്കൂനനുമാണ്. അതിൽ കുഞ്ഞിക്കൂനനാണ് നമ്മൾ ഒരിക്കലും മറക്കാത്ത പൊട്ടിത്തെറിക്കുന്നൊരു സാധനമുണ്ട്. എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് നിലവിളിക്കുന്ന ഒരു സാധനമില്ല, അത് അടിപൊളി സാധനമായിരുന്നു. അത് എനിക്ക് തോന്നുന്നു അതൊക്കെ ബ്രേക്കാണ്, നമ്മുടെ സിനിമയുടെ തന്നെ ഒരു ബ്രേക്കാണ് പൊട്ടിത്തെറി എന്ന് പറയുന്നത്. പക്ഷെ അതെങ്ങനെ എക്സ്പ്രസീവായിട്ട് അങ്ങനെ ചെയ്യണമെന്ന് അല്ല. അതിന് മുമ്പ് തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നെ ദിലീപേട്ടനാണ് വിളിക്കുന്നത് ഈ ആ പടത്തിലേക്ക്. എടാ നീ പറഞ്ഞ നിനക്കൊരു ലൈഫ് തരാൻ പോവാന്നാ പറഞ്ഞേ. ശരിക്കും ലൈഫായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ചെല്ലുന്നു. അപ്പോൾ അതിന് മുമ്പ് ഞാൻ അവിടെ ചെന്നിരിക്കുന്ന സമയത്ത് നാരായണൻകുട്ടി ചേട്ടൻ എന്നോട് ചോദിക്കുക, എടാ നിനക്ക് പൊക്കം കുറഞ്ഞ പെണ്ണുങ്ങളെ വല്ലവരും അറിയാവുന്ന ചോദിച്ചു. അപ്പം ഞാൻ ഈ വേഷം ചെയ്യാൻ വേണ്ടി വന്നേക്കുക. പക്ഷെ എനിക്ക് തോന്നുന്നു തലേ ദിവസമോ അല്ലെങ്കിൽ ഇതിനു മുമ്പൊക്കെ ആയിട്ട് ഇവർ ഹൈറ്റ് കുറഞ്ഞ പെൺകുട്ടികളെ കുറേ അന്വേഷിച്ചിട്ടുണ്ടാവാം. അത് നാരായണൻകുട്ടി ചേട്ടൻ അറിഞ്ഞിട്ടില്ല. ഞാൻ ലൊക്കേഷനിൽ സിനിമ ഇവരേക്ക് ഒന്ന് കാണാൻ വേണ്ടി വന്നതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് നാരായണൻകുട്ടി ചേട്ടൻ എന്നോട് ചോദിച്ചു, നിനക്കാരെങ്കിലും പരിചയമുണ്ടോ അത് ചോദിച്ചു. ഞാനൊന്നും പറഞ്ഞില്ല, ഒന്നും മിണ്ടിയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ വേഷം കെട്ടി ഈ പെൺവേഷത്തിലും കൂടെ വന്നല്ലോ, മുല്ലപ്പൂവൊക്കെ വെച്ച് ഇങ്ങനെ വന്ന് നിന്നപ്പോൾ നാരായണൻകുട്ടി ചേട്ടൻ ഭയങ്കര ചിരിയായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഇത് ഇത്രയും ഒട്ടും പ്രതീക്ഷിച്ചില്ല. അത് മാത്രമല്ല, ദിലീപേട്ടൻ വേഷം കെട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് മനസ്സിലായുമില്ല. എന്നോട് പറഞ്ഞു ജോക്കർ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് കൈ തന്ന് പരിചയപ്പെടാൻ വന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കൈ കൊടുത്തു, എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ അതൊരു വല്ലാത്തൊരു കുറേ ഈ പറഞ്ഞ പോലെ തന്നെ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ ഒരു സീക്വൻസൊക്കെ അവരുടെ തന്നെ കാരണം ആ സിനിമയുടെ ആ കഥാപാത്രത്തിൻ്റെ ഒരു ഈ പറഞ്ഞ പോലെ തന്നെയാണ് ഞാൻ അഭിനയിച്ചിട്ട് ഞാൻ അത് മിക്കവാറും എഡിറ്റ് ചെയ്ത് പോകാൻ സാധ്യതയുള്ള ഇതിലേക്ക് വെച്ചു. പിടിയോ നമ്മൾ കണക്കും അഭിനയിച്ച് കഴിഞ്ഞതിന് ശേഷം അത് പെൻഡിങ്ങിലേക്ക് വെച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം വേറൊന്നും കൊണ്ടല്ല, ചിലപ്പോൾ ഇത് വർക്കൗട്ട് ആവാൻ പെണ്ണായിട്ട് തന്നെ. അതിന് മുമ്പ് 2-3 സിനിമകൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ജോക്കറിലൊരു പെൺവേഷം കെട്ടി, അത് ക്ലൗൺ, അതായത് ആണ് പെണ്ണായിട്ട് വേഷം കെട്ടി പാട്ടിലുണ്ട്, 2 പാട്ടിലും പെൺവേഷത്തിലുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ ഇനി വർക്കൗട്ട് ആവാതെ വന്നാൽ പോകുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ സിനിമ തിയേറ്ററിൽ വന്നപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി കണ്ടപ്പോൾ. കാരണം അതിൻ്റെ ബിൽഡപ്സാണ് ആ സീക്വൻസിൻ്റെ ഏറ്റവും വലിയ പഞ്ച്. ഞാനെന്ന പെണ്ണിനേക്കാളപ്പുറത്ത് അതിന് ഈ പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് കുഞ്ഞിക്കൂനൻ ഒരുങ്ങുന്ന ചില സംഗതികളും കുളിയും പൗഡറിടലും ഒരുക്കവും അങ്ങനെ അതിൻ്റെ ഒരു ആ ഒരു ഡെവലപ്മെൻ്റാണ് ആ സിനിമയെ ഭയങ്കരമായിട്ട്, പ്രത്യേകിച്ച് ആ സിനിമയല്ല ആ സീനിനെ ഭയങ്കരമായിട്ട് ബിൽഡപ്പ് കൊടുത്തത്. അതാണ് ക്ലിക്കായെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നത്. അത് അതിനപ്പുറമാണ് അത്ഭുത ദ്വീപ് എന്ന് പറയുന്ന സിനിമ. ഒരു പക്ഷേ ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം ഏതാണെന്ന് ചോദിച്ചാൽ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് എന്നുള്ള അർത്ഥത്തിലല്ല, അത്ഭുത ദ്വീപിലെ കഥാപാത്രത്തെ നമുക്ക് കിട്ടുന്ന സമയത്ത് വാവ് സൂപ്പർ എന്ന് പറയാൻ പറ്റുന്നൊരു മൊമെൻ്റാണ്. അത്ഭുത ദ്വീപാണ് ഒരു പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വിനയ് സാറിൻ്റെ അത്ഭുത ദ്വീപ് പുറത്തു വരുമ്പോൾ തിയേറ്ററിൽ കാണുമ്പോൾ തോന്നിയൊരു പ്രൗഡ് ആ മൊമെൻ്റ് ഓർമ്മയുണ്ടോ? അത്ഭുതമായിരുന്നു. കാരണം അതിൻ്റെ ഓരോ ക്യാൻവാസും അതിലെ ഓരോ ഫ്രെയിമും ഭയങ്കരമായിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ ഇത്രയും എന്നെപ്പോലത്തെ ആൾക്കാരെ ഞാൻ ആദ്യമായിട്ട് കാണാൻ.
അവരുടെയൊക്കെ ഒരു എന്താ പറയുന്നത്, ഒരു ഈ പറഞ്ഞ പോലെ തന്നെ അവർക്ക് എന്നെ കണ്ടുകൊണ്ടാണ് ഈ ഒരു രംഗത്തോട്ട് വരണം എന്ന് ആഗ്രഹിച്ചിട്ട് എന്ന് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് പേരാൽ ഒഴിച്ചു ബാക്കി എന്നേക്കാൾ ചെറിയ ആൾക്കാർ, അതായത് പ്രായം കുറഞ്ഞ പലരും, അവർ ഇങ്ങനെ ചേട്ടൻ ഇങ്ങനെ സിനിമയിലൊക്കെ വരുന്നതാണ് എന്ന് പറഞ്ഞിട്ട്, അപ്പം അവരുടെ കൂടെ അവരോടൊപ്പം നിന്നിട്ട് അങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞു എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു സന്തോഷം തരുന്നൊരു കാര്യം. കാരണം എന്നെപ്പോലെ തന്നെ അവരെല്ലാവരും നടന്മാരാണ്. ചിലർക്ക് എന്നേക്കാൾ അപാരമായ കഴിവുള്ള നടന്മാരുണ്ട്, കലാകാരന്മാരുണ്ട്. അപ്പോൾ ഇത്രയും ആളുകളുടെ ഒരു വലിയ എന്താ പറയുന്നത്, അവരെയൊക്കെ സിനിമാ നടന്മാരാക്കുന്ന ഒരു സിനിമയുടെ ഭാഗമാകുക. ഏറ്റവും വലിയ സംഭവം വിനയൻ സാറ് തന്നൊരു ചലഞ്ചുണ്ട്. കാരണം അതിനു മുമ്പ് ഒരുപാട് മെഗാ ഹിറ്റുകൾ ഉണ്ടാക്കിയ ഒരു വലിയ സംവിധായകനാണ്. അതെ. അപ്പോൾ സാറ് എന്നെ വിശ്വസിച്ച് ഇങ്ങനത്തെ ഒരു കഥാപാത്രം തരുമ്പോൾ അത് വർക്കൗട്ട് ആയില്ലെങ്കിൽ അത് ഭയങ്കരമായിട്ടുള്ള ഒരു ഇതിലേക്ക് മാറും എന്നുള്ളൊരു ചലഞ്ച് എനിക്ക് മുന്നിലുണ്ടായിരുന്നു. കാരണം സാറ് പ്രോത്സാഹിപ്പിക്കും, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുമെങ്കിലും തിരക്കഥയിലുള്ള പല കാര്യങ്ങളും, അതിനകത്ത് പല കാര്യങ്ങളും ഞാൻ ചെയ്തു കഴിഞ്ഞാൽ റിസ്കി ആയിട്ടുള്ള ഒരുപാട് രംഗങ്ങൾ എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചിരുന്നു. പ്രത്യേകിച്ച് അതിനകത്ത് ഈ കുതിരസവാരിയൊക്കെ ഭയങ്കര പ്രയാസമുള്ള കാര്യങ്ങളാണ്. കാരണം വലിയൊരു മനുഷ്യനൊരു കുതിരയെ പിടിച്ചാൽ പോലും നിൽക്കില്ല. അപ്പം നമ്മളൊരു 3-4 കുതിരകളും അതിൽ ഏറ്റവും വലിയ കുതിരയുടെ മുകളിൽ ഇരുന്നുകൊണ്ട് ഇതുങ്ങളെ അടിച്ചങ്ങ് വിട്ടിട്ട് ചുറ്റും ഒരു 10-300 ആൾക്കാർ, ഈ ഹൈറ്റ് കുറഞ്ഞ നമ്മളെപ്പോഴുടെ ഭടന്മാർ ബഹളം വെച്ച് പോകുമ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു വിരളി, ഇത് ഭയപ്പെട്ടിട്ട് ഇത് പോകുമ്പോൾ നമ്മൾ കടിഞ്ഞാൻ പിടിച്ചാൽ പോലും നിൽക്കുന്നില്ലത്. കട്ട് പറഞ്ഞാൽ പോലും പിന്നെ ഇത് പോയി കുറേ കഴിഞ്ഞിട്ടാണ് അതിന് തോന്നുമ്പോഴാണ് എന്നിട്ട് തിരിച്ചു വരണം, പിന്നെ കൊണ്ടുവന്ന് വെക്കുക, അടുത്ത ഷോട്ട് എടുക്കുമ്പോഴും പ്രയാസമാണ്. അപ്പോൾ ഇതെല്ലാം ഭയങ്കര. അതുപോലെ ഇതിൻ്റെ ഒരു സൈഡിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് നമ്മൾ യാത്ര ചെയ്ത് പോകുന്ന സാധനമുണ്ട്. ആ സമയത്തും ഈ ചെറിയ നമ്മുടെ കൂട്ടുകാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും ഓടുന്നുണ്ട്. ആരുടെയെങ്കിലും ദേഹത്ത് തട്ടിയാൽ അവർക്ക് അപകടം വരും, കുതിര മറിയും, ഞാൻ അതിനടിയിൽപ്പെടും. കാരണം എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആ പടത്തിൻ്റെ ക്ലൈമാക്സിൽ ഫൈറ്റിനിടയിൽ ഉയരം കൂടിയ കുറേ ആൾക്കാരുമായിട്ടുള്ള ഫൈറ്റുകളുണ്ട്. അവർ തൂക്കിയെടുക്കുന്നു, എറിയുന്നു, കറക്കുന്നു, കുത്തി വീഴുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പക്ഷെ ദൈവാധീനം കൊണ്ട് ഒരാൾക്കും ഒരു പരിക്കുമില്ല. കാരണം എന്തെങ്കിലും ചെറിയ ചെറിയ സ്ക്രാച്ചോ കാര്യങ്ങളോ വന്നാൽ അപ്പോൾ തന്നെ സാറ് കെയർ ചെയ്യാൻ ഡോക്ടറെയൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു അസിസ്റ്റൻ്റ്, ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, അദ്ദേഹം വളരെ കെയർഫുള്ളായിട്ട് എല്ലാവരെയും ഒരേപോലെ ട്രീറ്റ് ചെയ്ത് ചെറിയ ചെറിയ, കാരണം അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ ഇതൊക്കെ വരും, വാളും കുന്തവും ഒക്കെ എടുത്തിട്ടുള്ള പരിപാടിയാണല്ലോ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പോൾ ഈ അത്ഭുതദ്വീപിൻ്റെ എൻ്റെ മുന്നിൽ വന്ന ചലഞ്ചുകളിൽ ഒന്നായിരുന്നു. അപ്പോൾ ആ സമയത്ത് പിന്നെ നമ്മൾ നോക്കുന്നില്ലല്ലോ, കാരണം മുന്നിലൊന്നും ഇല്ല, നമുക്കിത് നന്നായെങ്കിലേ നമുക്ക് ഗുണമുണ്ടാവുള്ളൂ. പിന്നെ ഒരു ചലഞ്ചാണ്, കാരണം ഈ ഉയരം കുറഞ്ഞ ആൾക്കാരിലും ഹീറോയിസം ഉണ്ട്, അല്ലെങ്കിൽ ഞങ്ങളിലും ഒരു ഇതുണ്ടെന്ന് പറയുന്ന ഒരു സംഭവം കിടക്കുകയാണ് ഈ സിനിമയുടെ ഇതിനകത്ത്. അപ്പോൾ അതെൻ്റെ അടുത്ത് സാറ് പറഞ്ഞിരുന്നു, എടാ ഇത് ഗജേന്ദ്രൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്. അപ്പോൾ എൻ്റെ ഒപ്പം നിന്നിട്ട് ഇങ്ങനെ എവിടെയെങ്കിലും ഒരു ശകലം ഡ്രോപ്പായാൽ അപ്പോൾ പിടിക്കുന്ന ഒരാൾ തൊട്ടപ്പുറത്ത് നിൽക്കുക, ജഗതി ചേട്ടൻ. അമ്പളിച്ചേട്ടനുമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ എന്താ പറയുക, അച്ഛൻ മകൻ ബന്ധമാണ്, അത്ര ക്ലോസ് ആണ് ഞാൻ. അപ്പോൾ ഇങ്ങനെ നോക്കും എന്നെ, രാജകുമാരനാണ് ഇങ്ങനെയാണോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ നോക്കും. അപ്പോൾ തന്നെ നമ്മളെ ചാർജ് ആകും. പിന്നെ ഭയങ്കര വിഷമം വന്നൊരു സീക്വൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇവരെല്ലാവരും മുട്ടിൽ വരുന്നൊരു സാധനമുണ്ട്. ഉയരം കുറച്ച് ഞങ്ങളുടെ ഇത് പൊക്കം കുറഞ്ഞ ആൾക്കാരാണെന്ന് കാണിക്കാൻ വേണ്ടി ഈ സമയത്ത് നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മുടെ കൂടെ വരുന്നുണ്ട്. ആ നടന്നു വരുന്ന സമയത്ത് അവരെടുത്തൊരു എഫർട്ടുണ്ട്, അത് ഇച്ചിരി പാടായിരുന്നു. കഴിഞ്ഞിട്ട് ചെരുപ്പ് അഴിച്ചപ്പോൾ മുട്ടിൽ പലരുടെയും തൊലിയില്ല. അതൊക്കെ കണ്ടപ്പോൾ കുറച്ച്, എന്നിട്ടപ്പം എന്നോട് അമ്പളിച്ചേട്ടനും രാജുവൊക്കെ പറഞ്ഞു, കുറച്ച് പയ്യെ നടക്കണം. കാരണം നമ്മൾ സ്പീഡിൽ നടക്കുമ്പോൾ മുട്ടയിലല്ലേ അവർ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട്, പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ചില നല്ല നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ മുഹൂർത്തങ്ങൾ കാണാൻ പറ്റി. കാരണം ഞങ്ങൾ അത്ഭുതദ്വീപ് വരുന്ന സമയത്ത് ഞങ്ങൾ ചെറുതും കൽപ്പന ചേച്ചിയൊക്കെ രാജകുമാരിമാരായിട്ട് ഹൈറ്റൊക്കെ ഉള്ള മല്ലിക കപ്രവരൊക്കെ ഉണ്ട്. പക്ഷേ ഈ 7-8 അടി പൊക്കമുള്ള ആൾക്കാർ വന്നതോടുകൂടി ഇവരുടെ മുമ്പിൽ ഞങ്ങൾ എങ്ങനെയാണോ അങ്ങനെയായി പോയി, വലിയ ആളുകളുടെ മുമ്പിൽ ഇവർ പേടിച്ചു പോയി ചേച്ചിയൊക്കെ. അപ്പോൾ അതൊക്കെ ഭയങ്കര രസമായിട്ടുള്ള ഒരുപാട് മുഹൂർത്തങ്ങളായിരുന്നു. അതേപോലെ തന്നെ അതിൻ്റെ ഉപരിയാണ് ഈ അത്ഭുതദ്വീപിൻ്റെ ഗിന്നസ് റെക്കോർഡ് കിട്ടുന്നത് മമ്മൂക്ക ഉള്ള സെറ്റിലാണ്, പട്ടണത്തിൽ സെറ്റിനകത്ത്. അപ്പോൾ മമ്മൂക്കയാണത് തരിക.
അത് ഒരുപക്ഷെ വേറെ ആർക്കും കിട്ടാത്തൊരു സാധനമാണ്. ഗിന്നസ് റെക്കോർഡ്സ് ഒക്കെ പലർക്കും കിട്ടും, പക്ഷെ അത് മമ്മൂക്ക പോലെ ഒരു ആർട്ടിസ്റ്റ് നമുക്ക് തരിക എന്ന് പറയുന്നത് ഒരു കോയിൻസിഡൻസ് ഭയങ്കര രസമാണ്. അതാണ് ഞാൻ പറഞ്ഞൊരു നിയോഗമാണ്. കാരണം ഇത് അപ്ലൈ ചെയ്ത് കിട്ടിയതല്ല, ഇത് വേറൊരാളാണ് അപ്ലൈ ചെയ്തത്, ഞാൻ പോലും അറിയാതെ. ഒരാൾ എന്നോട് പറഞ്ഞിട്ട് ഞാൻ കയറി നോക്കുമ്പോഴാണ് ഇത് അറിയുന്നത് എനിക്കിത് കിട്ടിയെന്ന്, അത്ഭുതദ്വീപിന്. അതുപോലെ തന്നെയാണ് മമ്മൂക്കയുടെ കയ്യിലോട്ടാണ് ഈ കൊറിയർ വരുന്നത്. എൻ്റെ ഒരു സുഹൃത്ത് വിനയ് എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഇത് വാങ്ങിച്ചുകൊണ്ട് ലൊക്കേഷനിലേക്ക് വരുമ്പോൾ മമ്മൂക്കയുണ്ട്. ഇത് പൊട്ടിച്ച് നോക്കുന്ന മമ്മൂക്കയാണ്. എന്നിട്ട് പറഞ്ഞു, ഇവിടെ ഇത് ചെറിയ കാര്യമില്ല, ഇത് ആഘോഷിക്കപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ ഒരു ചെറിയൊരു ലൊക്കേഷനിലുള്ളൊരു കുഞ്ഞു ഫംഗ്ഷൻ അപ്പം തന്നെ ഉണ്ടാക്കി ഇക്കട എന്നത് മേടിക്കാൻ പറ്റി. അപ്പം എനിക്ക് തോന്നുന്നത് ഇത് കിട്ടിയതുപോലെ തന്നെ സന്തോഷം അല്ല, അതിലൊരു പിടി ഇരട്ടി മധുരം എന്നൊക്കെ പറയുന്ന പോലെ ഉള്ളൊരു കാര്യം തന്നെയായിരുന്നു മമ്മൂക്കയിൽ നിന്ന് അത് വാങ്ങാൻ പറ്റുക. അപ്പോൾ തന്നെ ഈ ഗിന്നസ് റെക്കോർഡ് മേടിക്കുന്ന സമയത്ത് തന്നെ ആഘോഷിക്കപ്പെടേണ്ടതാണെന്ന് ഇക്ക പറയുകയും, അപ്പോൾ ഈ ഗിന്നസ് ഈ പക്രു എന്ന് പറയുന്ന പേരിൻ്റെ മുന്നിൽ ഗിന്നസ് ചേർക്കാനും ഒക്കെ ഉണ്ടായ ആ കാരണമൊക്കെ ഇത് വെച്ചിട്ട് ഇതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരുന്നു. ബാക്കി സിനിമകളെ കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട്. അതിന് മുമ്പ് സുഹൃത്തുക്കളുടെ അഭിപ്രായം വന്നിട്ടുണ്ട്. നമുക്ക് ഒരാളുടെ അഭിപ്രായം ആദ്യം ഒന്ന് കണ്ടു നോക്കാം, എന്താണ് അവർ പറയുന്നത്. എങ്ങനെ ഒരാൾക്ക് സ്വപ്നം കാണാം, അത് അവിടെ എത്താം, നേടാം എന്നുള്ളതിന്റെ ഒരു പാഠപുസ്തകമാണ്. പലരും നിരാശപ്പെട്ട് നടക്കുന്ന കണ്ടിട്ടുണ്ട്. രണ്ട് കൈയും കണ്ണും കാലൊക്കെ ഉള്ളവർ തന്നെയാണ് എല്ലാവരും. പക്ഷേ ഇവനതൊക്കെ കുറച്ച് കുറഞ്ഞെങ്കിലും അത് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ കുറവുകൾ കൂടുതലാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ആദ്യം പഠിക്കണം എന്നുള്ളതാണ്. അവൻ അവനെ കുറിച്ച് പഠിച്ചു, അത് ലോകം മുഴുവൻ എത്തുകയും എനിക്ക് തോന്നുന്നു ഒരു പഠന വിഷയമാക്കാൻ പറ്റുന്ന, ലോകത്തുള്ള എല്ലാവർക്കും ഒരു പഠന വിഷയമാക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണത്. ഒരു ഹ്യൂമൻ ബീയിങ് എന്നതിനേക്കാൾ കൂടുതൽ അതൊരു പാഠപുസ്തകമാണെന്ന് എനിക്ക് പറയാനുള്ളത്. ഇത് കഴിഞ്ഞ് ഞാൻ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയുടെ ലാബിൽ പോയി നിൽക്കാം. എന്നൊന്നും പഠന വിഷയം ഇത് ഈ പഠന വിഷയം എന്ന് പറഞ്ഞ ഒരു കാര്യം കൂടെ ചേർത്തിട്ട് നമുക്ക് ബാക്കി പറയാം. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പല രീതിയിൽ മനസ്സ് വിഷമിക്കുന്നുണ്ടാവും, പല കാരണങ്ങൾ കൊണ്ട്. എല്ലാവരും എല്ലാം തികഞ്ഞല്ല ജീവിക്കുന്നത്, എല്ലാവർക്കും എല്ലാ കുറവുകളുണ്ട്. പക്ഷെ കുറവുകളെല്ലാം നമുക്ക് മാറ്റിമറിക്കാൻ സാധിക്കുമെന്ന് കാണിച്ച ലോക വിപ്ലവ നായകൻ എന്ന് പറയാൻ സാധിക്കും അജയ് കുമാർ. അതാണ് ഗിന്നസ് പക്രു.